നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം അടുത്തെങ്ങും ഉടൻ അവസാനിക്കില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇരു രാജ്യവും അടിയറവ് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഒന്നാം ഘട്ട ചർച്ച വെളിച്ചം കാണാതെ തകർന്നു പോയിരുന്നു. നിലവിൽ രണ്ടാം ഘട്ട ചർച്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണുകയാണ് ലോകരാജ്യങ്ങൾ. ദുർബലമായ വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഇപ്പോഴും ആഴത്തിലുള്ള ഭിന്നതയിൽ തുടരുകയാണ്. നയതന്ത്ര നീക്കങ്ങൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും പരസ്പര അവിശ്വാസം, കടുത്ത നിബന്ധനകൾ, സൈനിക സമ്മർദ്ദം, ആണവ തർക്കം, ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം എന്നിവ ചേർന്ന് ചർച്ചകളുടെ ഭാവിയെ തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വീണ്ടും ചർച്ചകൾ നടക്കുമെന്നായിരുന്നു സൂചനകൾ. ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ മറ്റൊരു ചർച്ചകൾക്കായി ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും കാര്യമായി നടക്കുമെന്ന് തോന്നുന്നില്ല. കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് പാകിസ്ഥാന്റെ ചർച്ചകൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. പിന്നിൽ നിന്നും, അതായത് ചിരിച്ചുകൊണ്ട്, മുന്നിൽ നിന്നും ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് JD വാൻസിനും അമേരിക്കയ്ക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കുമൊക്കെ നല്ല പോലെ അറിയാമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പല ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഒന്നും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ രണ്ടാം ഘട്ട ചർച്ചയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സംഘത്തെ നയിക്കുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. ആദ്യഘട്ട ചർച്ചകളിൽ പങ്കെടുത്ത ചില പ്രധാന പ്രതിനിധികളും സംഘത്തിൽ ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങൾ വാൻസിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാതാക്കി. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും അമേരിക്കയുടെ ആഭ്യന്തര തീരുമാനങ്ങളിൽ അവസാന നിമിഷം വരെ അനിശ്ചിതത്വം തുടരുന്നതിനായി ഇത് സൂചിപ്പിച്ചു. ഇസ്ലാമാബാദിലെ അതേസമയം ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷയിൽ വലിയ ഒരുക്കങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ പ്രതിനിധികളെ സ്വീകരിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. സന്ദർശക സംഘങ്ങൾക്ക് വേണ്ട വാഹനങ്ങൾ, ഉപകരണങ്ങൾ, കൂടാതെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ എത്തിക്കാൻ വലിയ സൈനിക കാർഗോ വിമാനങ്ങൾ വന്നതായി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട്. നഗരത്തിന്റെ പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില ഹോട്ടലുകൾ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഒഴിപ്പിക്കുകയും സമീപ പ്രദേശങ്ങൾ മുഴുവൻ നിയന്ത്രിത മേഖലകളാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഒരുക്കങ്ങൾ നടന്നിട്ടും ഇറാൻ ഔദ്യോഗികമായി ചർച്ചകൾ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ഉറപ്പ് നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ തുടർച്ചയായ സമ്മർദ്ദ നയം നിലനിൽക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാഹചര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയിൽ നിന്നുള്ള അമിതമായ ആവശ്യങ്ങളും ഓരോ ഘട്ടത്തിലും നിബന്ധനകൾ മാറുന്നതാണ് ഇറാന്റെ പ്രധാന എതിർപ്പിന് ഒരു പ്രധാന കാരണമായി മാറുന്നത്. കാരണം ട്രംപ് ഇന്ന് പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത്. ഇതാണ് ഇറാനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നത്. ചർച്ചകൾ സമതലത്തിൽ നടക്കണം, കൂടാതെ നിർബന്ധിത കരാർ രൂപത്തിൽ അല്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇതിനിടെ വെടിനിർത്തൽ കരാറും അവസാനിക്കാനിരിക്കുകയാണ്. ഇരുപക്ഷവും പരസ്പരം കരാർ ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നുണ്ട്. നിലവിൽ യുദ്ധം അവസാനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം യുദ്ധവും നീണ്ടു നിന്നാൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടലുകൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, അത് യുദ്ധം ഉണ്ടായാൽ അത് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കുമെന്ന് ഓരോ ലോകരാജ്യങ്ങളും ഇപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നീണ്ടാൽ കിട്ടാക്കടകം, കൂടാതെ പണപ്പെരുപ്പം, ഊർജ്ജവില വർധന, നിക്ഷേപ ഇടിവ് എന്നിവ ശക്തമാകുമെന്ന ഒരു ആശങ്ക ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെ തുറന്നു പറയുകയാണ്. ചില വായ്പാ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ അധിക അപകട ചെലവുകൾ കണക്കാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നടന്ന സൈനിക നീക്കങ്ങൾക്കും വലിയ മനുഷ്യ ചെലവുണ്ട്. ഫെബ്രുവരി മാസം തുടങ്ങിയ സംഘർഷത്തിൽ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ, അതിർത്തിക്കപ്പുറത്തെ സൈനിക നീക്കങ്ങൾ, പ്രാദേശിക സഖ്യകക്ഷികളുടെ ഇടപെടൽ എന്നിവ സംഘർഷത്തിന്റെ പരിധി വ്യാപിപ്പിക്കുന്നുണ്ട്. മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഉയരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വരെ അപകടത്തിലാണ് എന്ന മുന്നറിയിപ്പുകൾ വലിയ രീതിയിൽ ആശങ്കയുടെ തോത് വർദ്ധിക്കുകയാണ്. വൈദ്യുതി നിലയങ്ങൾ, ജലശുദ്ധീകരണ പ്ലാന്റുകൾ, തുറമുഖങ്ങൾ, എണ്ണ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കാമെന്ന സൂചനകൾ സുരക്ഷയുടെ കണക്കുകൂട്ടലുകൾ തന്നെ മാറ്റിമറിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം അതിർത്തിക്കപ്പുറം മുഴുവൻ മേഖലയും ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ആദ്യഘട്ട ചർച്ചകളിൽ ചില പുരോഗതി ഉണ്ടായതായി ഇരുപക്ഷവും സമ്മതിക്കുന്നുണ്ട്.
ചില വിഷയങ്ങളിൽ ധാരണകൾ ഉണ്ടായെങ്കിലും അന്തിമ കരാറിലേക്കുള്ള ദൂരം ഇപ്പോഴും വളരെ കൂടുതലാണ് എന്നാണ് ഇറാനിയൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് നിലവിലെ യാഥാർത്ഥ്യം. അടുത്തത് എന്ത് സംഭവിക്കും എന്നതാണ് ഇപ്പോൾ ലോക നേതാക്കൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ചർച്ചകൾ പുനരാരംഭിക്കുമോ, വെടിനിർത്തൽ തകരുമോ, ഹോർമോസ് കൂടുതൽ അപകടത്തിലാകുമോ, അല്ലെങ്കിൽ ഹോർമോസിലേക്ക് എല്ലാ കപ്പലുകൾക്കും പോകാനുള്ള പാത ഇറാൻ തുറന്നിട്ട് കൊടുക്കുമോ എന്നൊക്കെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആണവ തർക്കം കൂടുതൽ രൂക്ഷമാകുമോ എന്ന ചോദ്യങ്ങൾ എല്ലാം തുറന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു വശത്ത് നയതന്ത്രത്തിന് വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല, മറുവശത്ത് തെറ്റായ ഒരു നീക്കം പോലും വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കാം. ഇപ്പോഴത്തെ നിമിഷം അതീവ ഒരു നായികക്കല്ലാണ്. എന്ത് തീരുമാനമെടുക്കുമോ അത് രാജ്യത്തിന്റെ നട്ടല് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കാനുള്ള ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധമായി മാറാം എന്നാണ് ലോകരാജ്യങ്ങളടക്കം, അതായത് അമേരിക്കയും ഇറാനും എടുക്കുന്ന തീരുമാനങ്ങൾ അവരെന്താണെന്നാണ് ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.